ഏതായാലും മരണകാലം അവസാന കാലം എങ്ങനെയായിരുന്നു? അമ്മമ്മ മരിച്ചു കഴിഞ്ഞതിന് പുള്ളി പകുതി മരിച്ചു എന്ന് വേണം പറയാം. ആ ഒരു വെള്ളയായിരുന്നു ആദ്യം എപ്പോഴും. അച്ഛച്ചന്റെ കാണുമ്പോൾ വെള്ള ഡ്രസ്സും പിന്നെ കറുപ്പും ഉണ്ട് അവിടുത്തെ. മുടിയൊക്കെ മൊട്ടയടിച്ച് എപ്പോഴും അവിടെ ചെന്നിരുന്നു. ഒരു ആത്മീയത അല്ലേ, ആ ഒരു രീതിയിലായിരുന്നു. എപ്പോഴും പോയി അവിടെ ഇരുന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ അമ്മൂമ്മയോട് സംസാരിക്കുക അല്ലേ? ഭയങ്കര ആത്മബന്ധം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവര് തമ്മിൽ ഭയങ്കര ബോണ്ടേജ് ഉണ്ട്, ബോണ്ടിങ്ങാ. പിന്നെ പുള്ളി അങ്ങനെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്കൊന്നും പോവാറില്ല. അങ്ങനെ ഒരു ഇതിൽ കൂടി ഒരു ഇതിലേക്കായി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, ഈ ആചാര്യ അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുന്ന, അതാണ് അവസാനമായിട്ട് വാങ്ങുന്നത്. അത് മംഗലാപുരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇത് വാങ്ങാനായിട്ടാണ് വരുന്നത്. 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കണം. ഗവർണറിലെ ഇതല്ലേ, പക്ഷെ പുള്ളി 20 മിനിറ്റ് സംസാരിച്ചു. 20 മിനിറ്റ് നിർത്താതെ. പുള്ളിയായിപ്പോ ഒരു കോമഡി ഉണ്ട്. ശ്രീനിവാസനും ഉണ്ട്. ഇവര് ചെയറിനകത്ത് ശ്രീനിവാസൻ പൊക്കിടുന്നുണ്ട്. ഓരോരാൾക്ക് ഓരോ ചെയറിന്. അച്ഛൻ ശ്രീനിവാസന്റെ ചെയറിനാണ് കയറിയുന്നത്. ഇവര് അച്ഛൻ ഒരു മൂലയിലാക്കാൻ നോക്കിയതാ. അച്ചാച്ചൻ നടിക്കുന്നു. അത് ശ്രീനിവാസന്റെ ചെയറായിരുന്നു. പുള്ളിയാ പൊക്കിടുന്ന ഒരു ചെയർ. പിന്നെ ഓരോന്നും ശ്രീനിവാസനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അച്ഛന്റെ തുമ്മാമ്പാക്ക് മുറുക്കാൻ പാത്രം പിടിക്കുക, വെള്ളം എടുത്ത് കൊടുക്കുക, ഇതൊക്കെ. പിന്നെ അവിടെ പോയി ശ്രീനിവാസന് സംസാരിക്കാൻ സമയമില്ല. ആകെ ഗവർണറും കളക്ടറും എല്ലായിരിക്കും. ഇവരൊക്കെ സംസാരിച്ചതിലും കൂടുതൽ. പക്ഷെ ഗവർണർ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലേ. അവസാനം അദ്ദേഹത്തിന്റെ മരണശേഷം പ്രധാനമന്ത്രിയുടെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. അത് അനന്തം പൈതലേനാണ് പോയി വാങ്ങിയത്. ഡൽഹി പ്രൈം മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നേരിട്ടാണ് കിട്ടിയത്. അത് മരണശേഷം കിട്ടിയത്. അതാരും കേരളത്തിലൊന്നും അറിഞ്ഞു പോലും ഇല്ല. ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിരുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവാർഡ് കൊടുത്ത്. പോസ്തുമസ് ആണത്, മരണശേഷമാണ് അത് കിട്ടിയത്. അത് ഏതായാലും ഈ ഒരു ചർച്ചകളെ കുറച്ചുകൂടെ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് പരിസ്ഥിതി പ്രവർത്തനം, അതുപോലെ തന്നെ ഈ നട്ടു വളർത്തുന്ന മനുഷ്യരെ അംഗീകരിക്കണം. അല്ലാതെ ഈ എഴുത്ത് മോശമല്ല, അതൊരു ആഹ്വാനമാണ്. പക്ഷെ ആഹ്വാനം ഏറ്റെടുക്കുന്ന മനുഷ്യരുടെ ഭാഗത്തു നിന്നിട്ടാണ് പൊക്കുട മാഷുള്ളത്. അപ്പം അങ്ങനത്തെ ആഹ്വാനം ഏറ്റെടുത്ത മനുഷ്യർ ഇപ്പോഴും ഒരുപാട് വേറെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി ഒരു അംഗീകാരത്തിൻ്റെ ഒരു വഴി പൊക്കുട മാഷിൻ്റെ സ്മരണയ്ക്ക് മുമ്പ് നമുക്ക് നൽകാൻ പറ്റുമെന്നാണ് അല്ലേ വിചാരിക്കുന്നത്? തീർച്ചയായും നൽകേണ്ടതാണ്. അതിലെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ UN ലോക കണ്ടൽ ദിനം ആചരിക്കുന്നുണ്ട്. ആ ദിവസം ആചരിക്കുന്നതിൻ്റെ പിന്നിലെ കഥ ഭയങ്കര രസകരമാണ്. അതായത് ഇക്വഡോറിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ ഒരു കണ്ടൽ വനങ്ങൾ നശിപ്പിച്ചതിനെതിരെ സമരം ചെയ്ത ഒരു ഗ്രൂപ്പ് പരിസ്ഥിതി സംരക്ഷകരൊക്കെ കൂടി ചേർന്ന്, അവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു സമരം നടത്തി. ആ സമരത്തിൻ്റെ ഇടയ്ക്ക് ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്ന്. അദ്ദേഹത്തിൻ്റെ ആ പേരിലാണ് ആ കണ്ടൽ ദിനം ലോകം ആചരിക്കുന്നത്. നമുക്കറിയാം, ഭയങ്കര രസകരമായൊരു കാര്യം. അപ്പോൾ അങ്ങനെ പോലും ആണ് ലോകം കണ്ടലിനെ കാണുന്നത്. അതുപോലെ കണ്ടലിന് വേണ്ടി മരിച്ച ഒരാളെന്നുള്ള ആ രക്തസാക്ഷിയുടെ പേരിലാണ് കണ്ടൽ ദിനം തന്നെ ലോകം കൊണ്ടാടുന്നത്. കേരളം സംബന്ധിച്ച് സ്വന്തം ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുകയും ഒരു പരിസ്ഥിതി ജീവിതം അല്ലെങ്കിൽ ഒരു കണ്ടൽ ജീവിതം തന്നെ നയിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ ആ തരത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ്, കൃത്യമായ ഒരു അംഗീകാരം പിന്നീടും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അംഗീകരിക്കുക എന്നുള്ളതിനെ കവിഞ്ഞ് അദ്ദേഹത്തിന്റെ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു കേരളത്തിലെ അങ്ങോളം ഒരു കണ്ടൽ ബെൽറ്റ് സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് ഞാൻ ഒരു ഹിസ്റ്ററി അധ്യാപകനും
പരിസ്ഥിതി ചരിത്രമൊക്കെ പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 200 വർഷം മുമ്പ് കേരളത്തിൽ അങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കണ്ടലിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ. ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഫലക ചലന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചു, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതിനെ പ്രൂവ് ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ഒരു തെളിവ് ഈ ഭൂഖണ്ഡങ്ങളുടെ എല്ലായിടത്തും കണ്ടൽ ചെടികളുണ്ടായിരുന്നു, ഒരേ സ്പീഷീസ് പെട്ട. ശരി. അതൊക്കെ വെച്ചിട്ടാണ് അവരത് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കടൽ തീരത്ത് മുമ്പ് കണ്ടൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അതുറപ്പാ. അത് ഇന്ന് വെറും 9 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി എന്നുള്ളതാണ്. കേരളത്തിൽ ഏതാണ്ട് 900 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന കണ്ടൽ വനങ്ങൾ ഇപ്പോൾ 9 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങി ആണല്ലേ. അപ്പോൾ അതിൻ്റെ അല്ല, അത് ഈ ഭൂമാഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. തീർച്ചയായും. അപ്പോൾ അത് ആയിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ, അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തെ അംഗീകരിക്കുക. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു നിർദ്ദേശമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അത് ഈ കടൽ കയറുന്ന തീരപ്രദേശങ്ങളിൽ ഈ കല്ലുകൊണ്ടിടുന്ന ഒഴുകി പോകുന്നു, അതിനെയൊക്കെ മറികടക്കാൻ ഈ കണ്ടൽ ചെടികൾക്ക് കഴിയുമെന്നുള്ളൊരു പഠനം അല്ലേ? അതെ അതെ. ഒരു കണ്ടൽ ബെൽറ്റ് ഉണ്ടാക്കുക കേരളത്തിൻ്റെ തീരപ്രദേശത്ത്. അത് കേരളത്തിന് ഇന്ത്യയുടെ മുഴുവൻ മൂന്ന് ഭാഗം ഇന്ത്യ കടലിൻ്റെ അടുത്താണ്. അവിടെ മുഴുവൻ കണ്ടൽ ചെടികൾ വരുവാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ, ഇന്ത്യയുടെ പരിസ്ഥിതിയെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും. നമ്മൾ തീരത്ത് കണ്ടൽ വെച്ച് പിടിപ്പിച്ചാൽ എന്താണ് മറ്റുള്ളവർക്ക് പ്രയോജനമെന്ന് പലരും ചോദിക്കാറുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇതുണ്ടെങ്കിലേ മുകളിൽ മല നിലനിൽക്കൂ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടൽ നിന്നാലേ മലയായി നിൽക്കൂ, മഴയായി പെയ്യൂ എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ തീരത്ത് ചെയ്യുന്ന ഒരു കാര്യം മുകളിൽ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും.